ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഇനി നമ്മൾ രാവിലത്തിന് എല്ലാവരും കൂടെ പോവുകയാണ്. ഇങ്ങോട്ട് വേറെ കൊണ്ടല്ല, ഇന്ന് നമ്മുടെ മറിയാത്ത അയ്യബാക്കി വേറെ വീട് മാറി പോകാൻ കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ടൊന്നല്ല, വാടകയ്ക്കാണ്. സ്വന്തമായിട്ട് പോകാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഒരു സാഹചര്യത്തിലൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വീടിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതേ ഒരു ചെറിയ പുതിയ വീട്ടിലേക്ക് മാറണമല്ലോ, അപ്പം ജസ്റ്റ് പാല കഴിച്ച സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടെ ഒന്ന് ചേരാന്നുള്ള രീതിയിൽ ഞങ്ങളും പോവുകയാണ്. അപ്പോൾ 8 മണി ഒരു 8:30 ടൈം, രാവിലെ ഒരു 8:30 കഴിക്കണം കേട്ടോ. നമ്മൾ പുലർച്ചെ ഒന്നുമല്ല, ഒരു 8:30 മണി കഴിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങളെ ഫാമിലീൻ്റെ കുടുംബത്തിലൊക്കെ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മൂത്തമ്മയുണ്ട്, അവരിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല മഴ ആയതുകൊണ്ട് മറ്റവർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കൊക്കെ വരണമെന്നുണ്ടായിരുന്നു, അപ്പോൾ ആർക്കും വരാൻ പറ്റിയില്ല. മഴ ആയതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് പോകണം, നടക്കണം, കുറച്ച് ദൂരമായിട്ട് നടക്കണം. അങ്ങനെ എന്താ നമ്മൾ അവർ താമസിക്കുന്ന വീട്ടിലെത്തി. അതിലപ്പോൾ അതിനകത്ത് സാധനങ്ങൾ കുറേ കൊണ്ടുവരണ്ടായിരുന്നു, അതും എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ ഞങ്ങളാണ്ട് കയറി. നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ വരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഉണ്ടല്ലോ, നല്ല മഴയായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അയ്യൂബാക്കിയുടെ, അതായത് മറിയാത്തൻ്റെ ഹസ്ബൻഡാണ് അയ്യൂബാക്കിയാണ്. ഞങ്ങളുടെ അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ, നമ്മുടെ കുടുംബം തന്നെയാണ്. അപ്പോൾ ഇതേ നമ്മുടെ മറിയാത്തൻ്റെ നാട് എന്ന് പറഞ്ഞത് മണ്ണാർക്കാടാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും രാവിലെ ഒന്നും ആരും എത്തിയിട്ടില്ല, ഒരു ഉച്ച ടൈം ആകുമ്പോൾ എത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതേ നമ്മൾ മോളെ ബെഡിൽ കിടത്തിയിട്ടുണ്ട്. കട്ടിലൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ, അങ്ങനെ ജസ്റ്റ് കൂരി വെച്ചിരിക്കണമൊക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനത്തെ നമ്മുടെ വീടെന്ന് പറയുന്നത് ഒരു റൂമും ഹാളും കിച്ചണും, പിന്നെ ഹാളൊരു ചെറിയൊരു ബാത്റൂമുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ചെറിയൊരു സിറ്റിംഗ് ഏരിയ അത്രേ ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഇതാട്ടോ വീടെന്ന് പറയുന്നത്. ഇതൊക്കെ ഇന്നലെ നമ്മൾ വന്ന് സെറ്റ് ചെയ്താണ്. ഇവിടെ ചവിട്ടില്ലേന്ന് ആ ഉറുമ്പിന്റെ നിങ്ങളെ കൂട്ടണ അതല്ലേ അടുത്തി അതിൻ്റെ ഉള്ളിൽ കിട്ടും. കത്തട്ടടി വെച്ചിക്കണല്ലോ. വാടക കോട്ടേഴ്സ് എത്തിച്ച് പറയാത്ത ഞങ്ങള് ഇവിടെ പുറത്ത് നല്ല മുത്തമ്മട്ട് പോയി അടുപ്പ് കത്തിച്ച്. അപ്പോൾ അതാ നമ്മൾ രാവിലെ ചായക്കടിക്കുള്ള ചിക്കന് കറി റെഡിയാക്കാൻ പോകണം. അപ്പോൾ ചിക്കനൊക്കെ തത വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ മൂത്തമ്മാരുടെ സ്പെഷ്യൽ ചിക്കൻ കറിയായിട്ട് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. മൂത്തമ്മാനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ചിക്കൻ കറി. പിന്നെ അപ്പം ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ മറിയാത്ത എടുത്ത് വെക്കുകയാണ്. നമ്മുടെ പാല് തിളച്ചിട്ടില്ല കേട്ടോ, ഇതവിടെ ചൂടായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഇന്നലെ അടുപ്പൊക്കെ എന്തോ ക്ലീൻ ചെയ്താണ്, വെള്ളം വെച്ചൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ അടുപ്പ് കത്താൻ കുറച്ച് ടൈം എടുക്കും. കുഴപ്പമില്ല, തിളച്ച് വരുന്നുണ്ട്. പിന്നെന്താണ്
അപ്പോൾ അതാ നമ്മുടെ പാല് തിളച്ച് പൊന്തി തുടങ്ങിയിട്ടാ. പിന്നെ പണ്ടുള്ളവരൊക്കെ പറയും പാല് തിളച്ച് പൊന്തി പോകണം എങ്കിൽ ഐശ്വര്യം ഉണ്ടാകും. അതൊക്കെ വെറുതെ പറയുന്നതാണ്. പിന്നെ പൊന്തി പോകണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്നിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ എന്താ പറയുക ചിന്താഗതിക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലേ, പാല് തിളച്ച് പൊന്തി പോകണം, അതൊക്കെ വെറുതെ കേട്ടോ. അങ്ങനത്തെ ഒന്നും ഇതില്ല. ഐശ്വര്യം വരാൻ അങ്ങനെയൊന്നുമില്ല. നമുക്ക് പടച്ചവൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും സന്തോഷം സമാധാനം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് പാല് തിളച്ച് പോകണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് അങ്ങനത്തെ ചിന്താഗതിക്കാരുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് പിന്നെ എന്താണ് എന്നിട്ട് ചായപ്പൊടി ഇട്ട് നമ്മൾ ചായ റെഡിയാക്കി. അങ്ങനെ ഇതേ ഒരു ഗ്ലാസ് പാലെടുത്ത് മറിയാത്ത നമ്മുടെ അയ്യബാഗൊക്കെ കൊണ്ടുകൊടുക്കുകയാണ് കേട്ടോ. കാരണം അവരുടെ ലൈഫിൽ ഇനി മുതൽ അങ്ങോട്ട് സന്തോഷം ഉണ്ടാവട്ടെ. പിന്നെ അപ്പോൾ ഒറ്റക്കൊക്കെ താമസം മാറില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് വയ്യബാക്കിയതൊന്നും വലിയ വിഷമമൊന്നുമല്ല, മറ്റേ ആളാകണ്ട് പോവുമായിരുന്നു. അപ്പോൾ പിടിച്ച് പാല് കുടിച്ചിട്ട് പോയാൽ മതി അറിയാം കേട്ടോ. പിന്നെ ആളൊരു പാവാട്ടോ. പിന്നെ എന്താ പറയുക, കുറേ കാലം പല കാര്യങ്ങളും സഹിച്ച് പാവം, എന്താ പറയുക, മരാത്തയാണെങ്കിലും അയ്യൂബാക്കാണെങ്കിലും ഇനി അവരുടേതായിട്ടുള്ള ലൈഫ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ തന്നെ തുടക്കം ആവട്ടെ എന്ന് കരുതി. അവരുടെ 2 മക്കളും എന്തായാലും ഹാപ്പി ആവട്ടെ, നമുക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ അയ്യൂബാക്ക് പാലെടുത്ത് മക്കൾക്കൊക്കെ മരാത്ത പാല് കൊടുത്തു. പിന്നെ ബാക്കി നമ്മൾ ചായ ആക്കിയിട്ടുണ്ട്. പിന്നെ മക്കൾ എല്ലാവരും പാൽ കുടിക്കൊന്നുമില്ലല്ലോ, ബാക്കി അപ്പോൾ നമ്മൾ ചായ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ മറിയാത്ത മൂത്തമ്മക്കും ചായ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ പിന്നുള്ളവരൊക്കെ എടുത്ത് കുടിച്ചിട്ടാ. പിന്നെ ആർക്കും എടുത്ത് കൊടുക്കാനൊന്നും നേരം ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും വേഗം എടുത്ത് കുടിക്കാൻ നിന്ന്. പൊറാട്ട ദേ വന്നത്, ചപ്പാത്തിയും പൊറാട്ടയിലെ. എനിക്ക് പൊറാട്ട ഇഷ്ടം, നമുക്ക് പൊറാട്ട തിന്നേട്ടാ. എനിക്ക് പത്തിരി ഇഷ്ടം. എൻ്റെ ഇസ്ലമോൾ മദ്രസ വിട്ട് വന്നു. അവിടെ ഇപ്പോൾ കട്ടിലൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടികൾക്കും പിന്നെ അയ്യൂബാകൊക്കെ ഭക്ഷണം കൊടുത്ത് രാവിലെ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി അവർക്ക് ഭക്ഷണം കൊടുത്തു. കുറേ നേരമായി മക്കൾ വിശക്കണമെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ചിക്കൻ കറി റെഡിയാകാൻ കുറച്ച് ലേറ്റായി. അങ്ങനത്തെ മക്കളും പിന്നെ അയ്യൂബാക്കൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ തകർത്തിയായിട്ട് നമ്മുടെ കട്ടിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ കുറച്ച് മല്ലിക്കെട്ടേണ്ട പണി വന്നു, അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കട്ടിലൊക്കെ റെഡിയാക്കി നമ്മളെ കുഞ്ഞാവനെ അമ്മ കിടത്തി. ആൾ ഭയങ്കര ചിരിയും കളിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ മൂത്തമ്മ കുട്ടീൻ്റെ അടുത്ത് വന്നിരിക്കുകയെന്ന് പറഞ്ഞ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങളോട്. മൂത്തമ്മ കുട്ടിക്ക് കാവലിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. കുട്ടികളുടെ ട്രിപ്പ് കഴിഞ്ഞ് മൂന്നിമേച്ചല്ലേ, ഇനി വലിയവരുടെ ട്രിപ്പാണ് ഗൈസ്. ചാടിക്കാൻ വരി, ചാടിക്കാൻ വരി. അങ്ങനത്തെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ചിഞ്ചുമോളൊക്കെ ഭയങ്കര സങ്കടമായിട്ട് അവിടെ നിന്ന് വരുന്നതിന്. കാരണം ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. മോളും മോനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല കളിയും കാര്യങ്ങളൊക്കെ.
അതൊക്കെ അവിടെ കളിക്കാനൊന്നും ആളില്ല, അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് ഒറ്റപ്പെട്ട് ആയപ്പോൾ ഭയങ്കര വിഷമം. ആൾ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരണ്ടിട്ട കൽത്തുമ്മാനെ കാണാൻ വരണ്ടിട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇതാ പിന്നെ ഒരാൾ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്. ചിഞ്ചു പോട്ടെട്ടാ അയ്യബാക്ക പോട്ടെ. വരുവേണ്ടിട്ടാ ചെരുപ്പിട്ടില്ലേ റിമിയുടെ അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.